പട്ടിണിയെ കുറിച്ച് പറഞ്ഞാൽ മട്ടന്നൂരുകാർക്ക് മനസ്സിലാവണമെന്നില്ല, കൊതേരിക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷേ എന്റെ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഒരു പ്രബോധകൻ എന്ന രീതിയിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, എങ്ങാനും നാളെ പടച്ചറപ്പ് നമുക്കൊരു പരീക്ഷണം തന്നാൽ പട്ടിണി കിടക്കേണ്ടി വന്നാലും പട്ടിണി കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചാലും ആ സമയത്ത് നമ്മുടെ ഒട്ടിക്കിടക്കുന്ന വയറ് തറയിലേക്ക് കമഴ്ത്തിക്കിടത്തിയിട്ട് തറയോട് ഒട്ടിച്ചേർന്ന് കിടന്നിട്ട് വയറ്റിലേക്ക് കൈവിരലുകൾ കണ്ട് അമർത്തിപ്പിടിച്ച് വിശപ്പിനെ ഞെരിച്ചമർത്തിയാലും അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തൊരു മാർഗം സ്വീകരിക്കരുതേ, ഹറാമിന്റെ വഴി സ്വീകരിക്കരുതേ എന്ന് പഠിപ്പിച്ചു തരാനല്ലയോ ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടതാരാ? ഏറ്റവും വലിയ പരീക്ഷണം അല്ലാഹു കൊടുത്തതാർക്കാ? അബൂ താലിബിന്റെ മലഞ്ചെരുവിന് 3 വർഷക്കാലം. നമ്മളൊക്കെ ഒരു ദിവസം പട്ടിണി കിടന്നാൽ പിറ്റേ ദിവസം ഭക്ഷണമുണ്ട്, അതല്ലെങ്കിൽ ഒരാഴ്ച പട്ടിണി കിടന്നാൽ ശിഹാബനങ്ങൾ റിലീഫ് സെല്ല് പോലെയുള്ള സന്നദ്ധ പ്രവർത്തകര് നമ്മൾ തേടിയെത്താറുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിച്ചതാരാ? 3 വർഷക്കാല അബൂ താലിബിന്റെ മലഞ്ചെരുവില് കായികനികൾ ഭക്ഷിച്ചിട്ട് ജീവിച്ച, വൃക്ഷത്തിന്റെ ഇല പറിച്ച് ജീവിച്ച ലോകൈക ഗുരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല രേഖപ്പെടുത്തുകയാ, 3 വർഷക്കാലം ഭക്ഷണം കഴിക്കാതെ കായ്കനികളും പച്ചിലയും കഴിച്ച് ഞങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ആ സമയത്ത് നിങ്ങൾ കാട്ടിച്ചിരുന്നത് ആടുകൾ കാട്ടിക്കുന്നത് പോലെയാണ്. ഞങ്ങളുടെ കാട്ടത്തിന് പച്ചിലകളാണ് അവശിഷ്ടമായിട്ടുണ്ടായിരുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാന്റെ ദീൻ വളർന്നത് ഇങ്ങനെയാണ്. അബൂ താലിബിന്റെ മലഞ്ചെരുവിൽ ഉപരോധത്തിന്റെ വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു 3 വർഷക്കാലം ഒരു പച്ചവെള്ളം കുടിക്കാനില്ലാതെ, ഒരു കാരക്ക തിന്നാനില്ലാതെ എന്റെയും നിങ്ങളുടെയും ഹബീബ്, എന്റെയും നിങ്ങളുടെയും ഹബീബ്, നമ്മുടെ എല്ലാവരുടെയും താജുൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം കൂടി പറയട്ടെ, ഹബീബായ നബി തങ്ങൾ ജീവിതത്തിൽ പട്ടിണി സഹിച്ചതെങ്ങനെയാ? ഇത് ഞാൻ പറയുന്നത് ഒരു വ്യക്തമായ മെസ്സേജോട് കൂടിയാ. ആ ഫാത്തിമ റളിയല്ലാഹു തആലയുടെ പൊന്നുമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പൊട്ടിക്കരയുന്നു. ഹബീബായ നബി തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ എന്തേ മക്കള് കരയുന്നത്? അൽജൂ യാ റസൂലല്ലാഹ്, നബിയെ വിശന്നിട്ടാണ്, നബിയെ മക്കള് വിശന്നിട്ടാണ് കരയുന്നത്. ഫാത്തിമ നമ്മുടെ മക്കൾക്ക് മുലപ്പാല് കൊടുത്തുകൂടെ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി പറഞ്ഞ മറുപടി, ഈ സുഖലോലുപതയുടെ മട്ടുപ്പാവിൽ ജീവിക്കുന്ന മട്ടന്നൂരിലെ സഹോദരിമാർ ഓർക്കുന്നത് നന്നായിരിക്കും. യാ റസൂലല്ലാഹ്, ഉപ്പാടെ മോള് ഭക്ഷണം കഴിച്ചിട്ട് 3 മാസമായി നബിയെ. ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് ഉപ്പാന്റെ മകളുടെ സ്തനത്തിലെ മുലപ്പാല് പോലും വറ്റിപ്പോയി. മുലപ്പാല് കുടിക്കുന്ന പൊന്നുമക്കൾക്കും മുലപ്പാല് പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ പട്ടിണി കിടക്കുകയാണ് പൊന്നുമോള്, കരളിന്റെ കഷണമായ ഫാത്തിമ എന്നറിയുമ്പോ ഹബീബായ നബി തങ്ങളുടെ മനസ്സുരുങ്ങിപ്പോയി. പക്ഷേ മോളേക്കാൾ വലിയ ഫക്കീറാണ് ഉപ്പാടെ കയ്യിലൊന്നുമില്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് നടന്നു മദീനയിലേക്ക്. ചൂതന്റെ ഈത്തപ്പട തോട്ടത്തിൽ പോയില്ല മുഅ്മിനീങ്ങളെ. ദീനാറുകൾ കൂലി പറഞ്ഞ് ഈത്തപ്പട തോട്ടം നനയ്ക്കാൻ തീരുമാനിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മാസങ്ങളായി പട്ടിണി കിടക്കുന്ന മകൾക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ റിസാലത്തിന്റെ തോൽപാത്രത്തിൽ വെള്ളവും ചുമന്ന് ചൂതന്റെ ഈത്തപ്പഴ തോട്ടത്തിന്റെ ചുവട് നനച്ചു കൊടുക്കുകയാണ്. ആരാണിത് ചെയ്യുന്നത്? ഓ അമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സർവലോകത്തിനും കാരുണ്യമായി അയക്കപ്പെട്ട പ്രവാചകന്, ലോകത്തിന്റെ മുത്തേ
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിണറ്റിലേക്ക് തോൽപാത്രം ഇട്ടിട്ട് വെള്ളം കോരുമ്പോ അറിയാതെ കൈവെഴുതിയിട്ട് തോൽപാത്രം താഴെ വീണു. ശബ്ദം കേട്ട് ജൂതൻ ഓടി വരുമ്പോ തോൽപാത്രം കിണറ്റിലാണ്. തന്റെ വലത് കൈയൂരി പ്രവാചകന്റെ വലത്തെ തോളിലേക്കാന്നടിച്ചു ജൂതപ്പരീക്ഷ. വേദന കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പൊളഞ്ഞു പോകവേ. നിങ്ങൾ ഇതൊക്കെ കേട്ടിരിക്കണം. ഹബീബായ നബി തങ്ങൾ വേദന കൊണ്ട് പൊളഞ്ഞു പോകവേ ജൂതൻ പറഞ്ഞു, കടക്ക് എന്റെ തോട്ടത്തിൽ നിന്ന്. അല്ലാഹുവിന്റെ റസൂല് തോട്ടത്തിൽ നിന്ന് ഇറക്കി വിടുകയാ. ജൂതനോട് പറഞ്ഞു, മനുഷ്യ സഹോദരാ, വെറും കയ്യോടെ എന്നെ ഇറക്കി വിടരുതേ. എന്റെ പൊന്നുമോള് ഫാത്തിമ വീട്ടിൽ പട്ടിണിയിലാണ്. അവൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാനാണ് ഉപ്പയായ ഞാൻ ഈ ജോലിക്ക് വന്നത്. അതുകൊണ്ട് എന്റെ ഇതേവരെ വെള്ളം കോരിയതിന്റെ പ്രതിഫലം തരുമോ? ജൂതൻ പറഞ്ഞു, നിന്റെ പ്രതിഫലം നീ നഷ്ടപ്പെടുത്തിയ തോൽപാത്രത്തിന് പകരമാണ്. നിരാശനായി ജൂതന്റെ മുമ്പിൽ കെഞ്ചി പറയുമ്പോ, പ്രതിഫലം തന്നില്ലെങ്കിൽ അവസാനം ഒരു കുമ്പിള് കാരക്കയെങ്കിലും തരുമോ എന്ന് യാചിച്ചു കൊടുക്കവേ ഒരു കുമ്പിള് കാരക്ക ജൂതൻ തന്നെ മനസാക്ഷി കൊണ്ട് കൊടുത്ത് ആ കാരക്കയും കയ്യിൽ പിടിച്ച് ജൂതന്റെ അടിയേറ്റ് ശരീരം പൊളന്ന് ആ കാരക്കയുമായി നേരെ മോളുടെ വീട്ടിൽ ചെന്ന് വാതിലിൽ മുട്ടി വിളിക്കുന്നു. ഫാത്തിമ വാതില് തുറക്കുന്നു. തന്റെ മുമ്പിൽ നിൽക്കുന്ന പട്ടിണിക്കോലമായ പൊന്നുമോളുടെ കയ്യിലേക്ക് ഈത്തപ്പഴം എടുത്തു വെച്ചിട്ട്, ഇതെവിടെ നിന്ന് കിട്ടി ഉപ്പാ? മറുപടി പറയാതെ തിരിഞ്ഞു നടക്കവേ തിരിഞ്ഞു നടന്നു പോകുന്ന ഉപ്പാന്റെ മുതുകത്ത് ജൂതന്റെ കൈവിരലിന്റെ അടയാളം കണ്ടിട്ട് വാതിൽപ്പടിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയി പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. പുറകിൽ നിന്ന് വിളിച്ചു, ഉപ്പാ. തിരിഞ്ഞു നോക്കാതെ മോളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവ് പരീക്ഷണമായി തന്നതാണെന്ന് പ്രിയപ്പെട്ട മകളെ സമാശ്വസിപ്പിക്കുമ്പോ വളരെ പ്രാവശ്യം നമ്മൾ ഈ കേട്ട ഈ ചരിത്രം ഞാൻ പറഞ്ഞതെന്തിനെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട പ്രവാസികളോട്, പട്ടിണി കിടക്കേണ്ടി വന്നാലും ഭാര്യയും മക്കളും പട്ടിണി കിടക്കേണ്ടി വന്നാലും ആ സമയത്ത് അല്ലാഹു പട്ടിണി കൊണ്ട് നമ്മളെ പരീക്ഷിച്ചാലും ആ സമയത്ത് ഹറാം അവർക്ക് കൊടുക്കരുത്. നിഷിദ്ധമായ വഴിയിലേക്ക് തിരിയരുത്. അല്ലാഹു നമ്മുടെ കൈക്ക് ആരോഗ്യം തന്നിട്ടില്ലേ? ആരോഗ്യം കൊണ്ട് മൺവെട്ടിയെടുത്തിട്ട് പാടത്ത് കിളച്ചിട്ടാണെങ്കിലും അവർക്ക് നീ ഹലാലായ ഭക്ഷണമേ കൊടുക്കാവൂ എന്ന് പഠിപ്പിക്കാനാണ്. പൊന്നുമോളുടെ വിശപ്പ് മാറ്റാൻ അല്ലാഹുവിന്റെ റസൂല് ജൂതന്റെ ഈത്തപ്പഴത്തോട്ടത്തിൽ വെള്ളം കോരി കൊടുത്തിരുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ജോലി ചെയ്യേണ്ടി വന്നാൽ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു വരുമാനം നഷ്ടപ്പെട്ടു പോയി പൊന്നുമോനെ ഒരു ഹറാമിലേക്ക് പോകരുത്. ഓട്ടോറിക്ഷ ഓടിക്കേണ്ടി വന്നാൽ ഓട്ടോറിക്ഷ ഓടിക്കണം. ഫുട്പാത്തിൽ കച്ചവടം ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യണം.